പരിശുദ്ധ റമദാനിന്റെ സൂര്യാസ്തമയത്തോടെ തക്ബീർ തുടങ്ങുകയായി. ഈ തക്ബീർ പിറ്റേന്നാൾ പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതുവരെ എല്ലായിടത്തും എല്ലാ സമയത്തും എല്ലാവർക്കും സുന്നത്താണ്. വിസർജന സ്ഥലങ്ങൾ പോലുള്ള വൃത്തിഹീനമായ ഇടങ്ങൾ മാത്രമേ ഇതിന് അപവാദമായുള്ളൂ. വീടുകളും പള്ളികളും അങ്ങാടികളും തക്ബീർ കൊണ്ട് മുഖരിതമാകണം. പുരുഷന്മാർ ഉറക്കയും സ്ത്രീകൾ പതുക്കെയുമാണ് തക്ബീർ ചൊല്ലേണ്ടത്. അന്യപുരുഷന്മാരുടെ അഭാവത്തിലോ വിവാഹബന്ധം പാടില്ലാത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലോ സ്ത്രീകൾ ഉച്ചത്തിൽ ചൊല്ലുന്നതിന് വിരോധമില്ല. സൂര്യാസ്തമയത്തോടെ തുടങ്ങുന്ന തക്ബീർ നിരന്തരമായി തുടരാവുന്നതാണ്. പെരുന്നാൾ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നവർക്ക് ഇമാം ഇഹ്റാമിന്റെ തക്ബീർ ചൊല്ലുന്നതുവരെയും ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്ക് അവരുടെ ഇഹ്റാമിന്റെ തക്ബീർ വരെയും നിസ്കരിക്കാത്തവർക്ക് മധ്യാഹ്നം വരെയുമാണ് ഈ നിരന്തര തക്ബീറിന്റെ സമയം. പെരുന്നാൾ സുദിനത്തിലെ സുപ്രധാന കർമ്മമാണ് പെരുന്നാൾ നിസ്കാരം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന്റെ സവിശേഷാരാധനയിൽപ്പെട്ടതാണിത്. ഇസ്ലാമിക ആചാരങ്ങളുടെയും ആരാധനകളുടെയും പരസ്യ പ്രകടനത്തിന് സ്വാതന്ത്ര്യം കൈവന്ന മദീനാന്തരീക്ഷത്തിലാണ് ഈദുൽ ഫിത്തറിന്റെ തുടക്കം. അത് ഹിജ്റ 2-ാം വർഷത്തിലായിരുന്നു. സൂര്യോദയം മുതൽ മധ്യാഹ്നം വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം. സൂര്യൻ ഉദിക്കുന്നതോടെ സമയം തുടങ്ങുമെങ്കിലും ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിർവഹിക്കുന്നതാണ് ഉത്തമം. ഏതൊരു ആരാധനയും അതിന്റെ പ്രഥമ സമയത്ത് നിർവഹിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ ഈ പൊതു നിയമത്തിൽ നിന്ന് പെരുന്നാൾ നിസ്കാരം ഒഴിവാണ്. ഉച്ചയോടെ സമയം നഷ്ടപ്പെടുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നിർവഹിച്ചാൽ സാധുവാകുന്നതാണ്. അത് ഖളാ ആയി പരിഗണിക്കുമെന്ന് മാത്രം. സമയബന്ധിതമായ ഏതു സുന്നത്ത് നിസ്കാരവും അതിന്റെ സമയം നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ സുന്നത്താണെന്ന പോലെ പെരുന്നാൾ നിസ്കാരവും ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. ചെറിയ പെരുന്നാളിനു ഭക്ഷണം കഴിച്ച ശേഷമാണ് നിസ്കാരത്തിന് പോകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവ് ശൈലി അങ്ങനെയായിരുന്നു. ആഹാരം കാരക്കയായിരിക്കുന്നതും വളരെ നല്ലതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുന്നാൾ പ്രാതൽ കാരക്കയായിരുന്നു. ഒറ്റയായിട്ടായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരക്ക കഴിച്ചിരുന്നത്. കാരക്കയുടെ മാധുര്യമാകട്ടെ കണ്ണിനും കൽബിനും ആമാശയത്തിനും ഏറെ സൗഖ്യം പകരുന്നതുമാണ്. ഏകനായ അള്ളാഹുവിനോടുള്ള കൂറിന്റെ പ്രകടനമാണ് എണ്ണം ഒറ്റയാക്കുക എന്നത്. ഒറ്റയുടെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധ്യമായ എല്ലാ കാര്യങ്ങളിലും ഒറ്റക്ക് പരിഗണന നൽകുമായിരുന്നു. ബലികർമ്മത്തിന്റെ സൗകര്യത്തിനു വേണ്ടി ബലിപെരുന്നാൾ നിസ്കാരം നേരത്തെ നിർവഹിക്കുന്നതാണ് ഉത്തമം എന്നതുപോലെ ഫിത്ർ സക്കാത്തിന്റെ വിതരണ സൗകര്യത്തിനു വേണ്ടി ചെറിയ പെരുന്നാൾ നിസ്കാരം കുറച്ച് പിന്തിക്കുന്നതും സുന്നത്താണ്. കുളിക്കുക, വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക എന്നിവ പെരുന്നാളിന് പ്രത്യേകം സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരത്തിന് നടന്നു പോകുന്നതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരു പെരുന്നാളിനും കാൽനടയായിട്ടാണ് പോയിട്ടുള്ളത്. പ്രതിബന്ധമുണ്ടെങ്കിൽ വാഹനയാത്ര സുന്നത്തിന് വിരുദ്ധമാകില്ല. തിരിച്ചു വരുമ്പോൾ ഇഷ്ടം പോലെ ചെയ്യാം. വാഹനത്തിലോ നടന്നിട്ടോ ആവാം. ജനത്തിരക്കുള്ളപ്പോൾ മറ്റുള്ളവർക്ക് കൂടുതൽ വിഷമം സൃഷ്ടിച്ച് വാഹന യാത്ര ചെയ്യുന്നത് ഹറാമാണ്. ഒരു വഴിക്ക് പോവുകയും മറ്റൊരു വഴിക്ക് തിരിച്ചു വരികയും ചെയ്യുന്നത് സുന്നത്താണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. മാത്രമല്ല തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട വഴിക്ക് പോവുകയും ഹ്രസ്വമായ വഴിക്ക് തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു. എന്തിനാണ് പോക്കുവരവിന് 2 വഴി തിരഞ്ഞെടുക്കുന്നത്? അതിൽ പല ഗുണങ്ങളുമുണ്ട്. ഇരുവഴികളും അവയിലെ ജിന്നുകൾ, മനുഷ്യർ, മലക്കുകൾ എന്നിവരും അവന് പരലോകത്ത് അനുകൂല സാക്ഷികളാകും. ഇരുവഴികളിലും ഇസ്ലാമിന്റെ ചിഹ്നം പ്രത്യക്ഷപ്പെടാനും വിവിധ വഴികളിലൂടെ പോകുന്നതുകൊണ്ട് ജനത്തിരക്ക് കുറയാനും അത് സഹായകരമാകും. ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല. നിസ്കാരം തുടങ്ങിയാൽ അസ്വലാത്തു ജാമിഅ എന്ന് വിളിച്ചു പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്.